ഇത് മറിയ ചേട്ടാ. മറിയ ചേട്ടത്തെ ആശ്വസിപ്പിക്കുന്നത് കണ്ടോ? ഇനി മക്കള് ഇമാതിരി തെമ്മാടിത്തരവും തല്ലുകൊള്ളിത്തരവും കാണിക്കരുത്. അങ്ങനെങ്ങാനും കാണിച്ചാൽ തല്ലും തല്ലും. മനസ്സിലായോ? മറിയ ആശ്വസിപ്പിക്കാൻ കണ്ടോ? മറിയ അങ്ങനാടാ അവനെ. പൊട്ട്. ഓ ദേ നിന്റെ ആ കൂട്ടുകാരനെ വിളിച്ചു വരുത്ത്. നില്ല്, ഫോണ് വിളിക്കടാ. ഹലോ ജോണ, ഇത് ഞാനാ. നീ അത്യാവശ്യമായിട്ട് ലീലാവതി ചേച്ചിയുടെ വീട് വരെ ഒന്ന് വരണം. വളരെ അത്യാവശ്യമാ. ചേട്ടത്തി പ്ലീസ് പ്ലീസ് ചേട്ടത്തി, ഇവൻ എനിക്ക് വിട്ടുതരണം. ആയിക്കോട്ടെ, കൊച്ചിന്റെ ഒരു ആഗ്രഹമില്ലയോ? നടക്കട്ടെ, പോട്ടെ. അയ്യോ മക്കളെ, നോക്കി നടക്കുവായിരുന്നടാ. ഇതിനേക്കാൾ കുറച്ചുകൂടി എന്റെ തല്ലിന് തന്നെ കുമാര. ചേട്ടത്തി തല്ലുന്ന കണ്ടപ്പോ എനിക്ക് ശക്തി കിട്ടി. ചേട്ടത്തി കൊണ്ടുപോടാ, നിന്റെ ഗ്യാങ്ങിനെ കൊണ്ടുപോടാ. വീട്ടുകാര് തല്ലി വളർത്താത്ത മക്കളെ ഇതുപോലെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറും. കൗമാരക്കാർക്ക് ഇപ്പൊ ടെൻഷൻ, സമ്മർദ്ദം, മാനസിക പ്രശ്നം എന്നൊക്കെയാ പറയുന്നത്. അതിന്റെ റിയാക്ഷൻ ആണ് പോലും ഇങ്ങനെയൊക്കെ വഴിതിരിഞ്ഞു പോകുന്നത്. യഥാർത്ഥ പ്രശ്നം വേറെയാ, വളർത്തുദോഷം. വീട്ടില് നല്ല പെട കിട്ടാത്തതാ ഇവരുടെയൊക്കെ പ്രശ്നം. പഠിക്കാൻ മണ്ടന്മാരായ മക്കളെ കുറിച്ചാ ഇപ്പൊ അച്ഛനമ്മമാരുടെ വേവലാതി. IQ താണുപോയ മക്കളെക്കാൾ സമൂഹത്തെ മണ്ടന്മാരാക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കളെ കുറിച്ചാ രക്ഷകർത്താക്കള് പേടിക്കേണ്ടത്. ചേട്ടത്തി പ്രസംഗമായി പോകുന്നുണ്ട്. നല്ല പ്രസംഗങ്ങൾ കേൾക്കാത്തതിന്റെ കുഴപ്പമാ ഇപ്പൊ നമുക്ക് ചുറ്റും കാണുന്നത്. കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പുതിയ തലമുറയുടെ ആർത്തി. കൂടാതെ സംഭവത്തിന് വേറൊരു വശം കൂടി ഉണ്ട്. കബളിപ്പിക്കലുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, വാഹനങ്ങൾ. കമ്പനി അറിയാത്ത കാര്യങ്ങളായിരിക്കും ക്യാൻവാസിംഗ് ഏജന്റുമാര് മുമ്പിൽ നിരത്തുന്നത്. അല്ലെങ്കിൽ ക്യാൻവാസിംഗ് ഏജന്റുമാർ അറിയാത്ത കാര്യങ്ങൾ കമ്പനി ഒളിച്ചു വെക്കും. കാശ് പോകുന്നത് സാധാരണക്കാരുടെ. അപ്പൊ എന്റെ കാശ്? എനിക്കും കാശ് കിട്ടാനുണ്ട്. മക്കളെ, എന്തുവാണ് നിന്റെ പേര്? അനില്. മക്കളെ അനിലേ, MD അല്ല, മറിയ ചേട്ടത്തിയാ ചോദിക്കുന്നത്. എവരുടെയൊക്കെ കാശ് നീ അങ്ങ് കൊടുക്കുവല്ലോ, അല്ലയോ മക്കളെ? മറിയ ചേട്ടത്തി ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ MD ചോദിക്കാം. കൊടുക്കാം. ലീലാവതിയല്ല ഞാനാ എന്ന് വെച്ചാ നീയാ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് നാട്ടുകാരോട് മൊത്തം പറയുമല്ലോ, അല്ലേ മക്കളെ? ഇവിടെ വാ. ഏതായാലും പോലീസിൽ ഒരു പരാതി കൊടുത്ത് നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. അയ്യോ, അത് MDയുടെ ഡ്യൂട്ടി. പൊന്നു മക്കള് പോലീസിനോട് കാര്യമൊക്കെ പറഞ്ഞ് നല്ലവനായിട്ട് പുറത്തു വാ. ഈ തരികടയൊക്കെ നിർത്തിയേച്ച് വാടാ. മറിയ ചേട്ടത്തിയുടെ കമ്പനിയിൽ ഒരു ജോലി തരാം. ഇപ്പൊ ഈ പറഞ്ഞത് മറിയ ചേട്ടത്തി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നാട്ടുകാരെ, നിങ്ങൾ ഇവന്മാരെ രണ്ടെണ്ണത്തിനെ ഒന്ന് കൈകാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങേടും. ചായ എടുക്കോ ചേ. സത്യം പറഞ്ഞ രമ്യേ, ഇന്നലെ ആ വീട്ടിലെല്ലാവരും സമാധാനത്തോടുകൂടി ഉറങ്ങിയത്. എന്നാലും ആ മറിയ ചേട്ടത്തി ഒരു ധൈര്യം, ഒരു കെൽപ്പ്. അല്ല, എന്റെ പ്രശ്നത്തിൽ മറിയ ചേട്ടത്തിയെ ഒന്ന് ഇടപെടുത്തേണ്ടി വരുമെന്നാ തോന്നുന്നേ. അതേത് പ്രശ്നം? ആ രമേശിന്റെയും പത്മകുമാറിന്റെയും പ്രശ്നം. അല്ല, രമേശിനെ ഞാൻ കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്.
സത്യം പറഞ്ഞ എന്റെ പ്രശ്നം വീണ്ടും തുടങ്ങി രമ്യേ. എന്താ ചേച്ചി? ഹോ, നാത്തൂന്റെ ഓഫീസിൽ പ്രശ്നം വന്നപ്പോ അല്പം അടങ്ങിയിരുന്ന സുഗുണേട്ടന്റെ കവിതാ ഭ്രാന്തേ വീണ്ടും തുടങ്ങി. ഈശ്വര, ആർക്കും മനസ്സമാനത്തോടുകൂടി വഴി കൂടെ നടക്കാൻ പറ്റണില്ല. കവിത വായിച്ചു കേൾപ്പിക്കാനേ ഇന്നാള് വേണമെന്നില്ല, ഏത് പ്രായക്കാരായാലും മതി. സമയായി, നമുക്ക് പോവാം. വാ. കവിതയുടെ കൂമ്പടയുകയാണോ മലയാളത്തിൽ? ഇത്ര നല്ല കവിത എഴുതിയിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പാടി കേൾപ്പിക്കാൻ. പക്ഷികളെ വല്ലതും കണ്ടെങ്കിൽ പാടി കേൾപ്പിക്കാം. മനു മക്കളെ എന്താ സ്കൂളിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് അങ്ങ് ഗൗരവം വന്നു കൂട്ടാ. സ്കൂളിൽ സാറന്മാര് മക്കളെ എന്തൊക്കെ പഠിപ്പിച്ചു? അതൊക്കെ അങ്കിൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? കുസൃതിക്കാരൻ. മക്കൾക്ക് പാട്ട് കേൾക്കണോ? കവിത? എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. കവി എന്ന് പറയുന്നത് വലിയ ആളാ, വലിയ ആള്. ഈ കവിഹൃദയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വലിയ ഹൃദയമാണത്. വേണ്ട, മാമ ഒരു കവിയാണ്. മാമ ഒരുപാട് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പതാ മോനെ കുറിച്ചൊരു പാട്ട്. മഹേഷിന്റെ അച്ഛൻ വിശ്വനാഥൻ സാർ, മഹേഷിന്റെ അമ്മ സതി ചേച്ചിയും അയൽവക്കത്തെ ലീലാവതി ചേച്ചിയും തമ്മിൽ ഉടക്കുടക്കുടക്ക്. എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ മക്കളെ, ഇത് കവിതയാണ്, കല്ലെടുക്കല്ലേ. മക്കൾ അമ്മാവനെ പേടിയാക്കാൻ വേണ്ടി ചെയ്തല്ലേ? എന്റെ അമ്മയെ കുറിച്ച് പാട്ട് എഴുതുമല്ലേ? മക്കളെ ഇല്ല, തൽക്കാലം കവിത എഴുത്ത് നിർത്തി. എറിയല്ലേ മക്കളെ? പഠിപ്പിക്കല്ലേ? കല്ലുകള മക്കളെ, കല്ലുകള. ചുമ്മാ അല്ല കവിതയുടെ കൂമ്പടഞ്ഞു പോണത്. ഈ കല്ലുകളാണ് മലയാള കവിതയുടെ ശാപം. റോഡ് കിടക്കുന്ന കല്ലുകൾ മുഴുവൻ മാറ്റണം. പുറകെ തന്നെ ഉണ്ടാ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഈ കല്ലുകളാണ് എന്നെ പോലുള്ള കവികളുടെ ശാപം. അതൊക്കെ തോന്നലാടേ സുഗുണ. എന്നെ പോലുള്ളവർക്ക് കല്ല് തന്നെ വേണമെന്നില്ല, വല്ല കമ്പായാലും മതി, കൂവലായാലും മതി. കണ്ട നിങ്ങളെ പോലുള്ളവരാണ് ഈ കവിതകളുടെ ശാപം. ഏതായാലും കവിതയിൽ ഞാനൊരു പരീക്ഷണം കൊണ്ടുവരാൻ പോവുകയാണ്. അതെന്തോന്നാടേ? എഴുതി കവിതയുടെ ഏകദേശ സ്റ്റോക്ക് ഒക്കെ തീർന്നു. പക്ഷെ ഞാൻ വിടത്തില്ല. അവസാനം ഞാൻ നോക്കിയപ്പോ ഒരു വിഷയമേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നു. വെള്ളം ജലമാണ്, ജലമൊരു ലായനി. കടലിൽ ജലമുണ്ട്, കായലിൽ ജലമുണ്ട്, തോട്ടിലും കുളത്തിലും ജലമുണ്ട്. ആ ജലം ജലപ്പത്തിന്റെ മോന്തയ്ക്ക് വീഴും. അതെ, എനിക്ക് ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ പറ്റും. കാരണം എന്റെ കൂടെ ഇപ്പൊ ജലമുണ്ട്, ജലം. എന്നിലെ കവിയെ തോൽപ്പിക്കാൻ ഇനി ആർക്കും ജലം. മറിയച്ചേടത്തി, അല്ല ഇതാരായി വന്നേക്കുന്നേ? വാ സുഗുണ, ഇരിക്ക്. വാ ഇരിക്ക്. എന്തൊക്കെയുണ്ട് സുഗുണ വിശേഷം? ലീലാവതി ചേട്ടത്തി ഇന്ന് ലീവാണ്. ലീവ് ലെറ്റർ ഇവിടെ തരാൻ പറഞ്ഞു. സുഗുണന് കുടിക്കാൻ ചായയോ കാപ്പിയോ? അയ്യോ, ഒന്നും വേണ്ട. ചായ വേണമെന്ന് ചോദിച്ചപ്പോ തന്നെ ചായ കുടിച്ചതുപോലെ ഒരു നിറവ്. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അപേക്ഷയോ? അത് കൊള്ളാമല്ലോ. എന്നതാ സുഗുണ അപേക്ഷ? ഒരു 5 മിനിറ്റ് സമയം വേണം. വേണ്ട, 5 മിനിറ്റ് ആക്കണ്ട, ഒരു 6 മിനിറ്റ് ആയിക്കോ. കുറച്ചു നേരത്തേക്ക് ഞാൻ ജോലി അവസാനിപ്പിച്ചു. മറിയച്ചേടത്തിയോട് അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു നാണം, പങ്ക. കാശ് വല്ലതും കടം വേണോ? അയ്യേ, ഒരു ദിവസം പരിചയപ്പെട്ടവരടുത്ത് അടുത്ത ദിവസം കാശ് കടം വാങ്ങുന്ന ഏർപ്പാട് നീ സുഗുണമില്ല. അയ്യേ, പിന്നെ എന്നതാ കാര്യം സുഗുണ നാണിക്കാൻ? ഞാൻ കവിയായി. എന്നതാ? ഞാൻ കവിയായി എന്ന് വെച്ചാ ഈ കവിതകളൊക്കെ എഴുതും. അത് നാണിക്കേണ്ട കാര്യം തന്നെ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞതിന്റെ അങ്ങേ ചൊവ്വാഴ്ചയാണ് ഞാൻ കവിയായത്. അന്നാണ് മറ്റേ രമേശന് ഞാൻ ആദ്യമായിട്ട് കവിത വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. ഉച്ചയ്ക്ക് 3 മണിക്ക്. അത് കമ്പ്യൂട്ടർ തന്നെ. അതിന് എന്നാത്തിനാ സുഗുണ കിടന്ന് നിലവിളിക്കുന്നത്? അയ്യ, നിലവിളിച്ചല്ല, കവിതയാണ്, കവിത. ഇത് നിലവിളി അല്ലയോ? ഇത് കവിത. ഇത് ഉള്ളിൽ നിന്ന് ഒഴുകി വന്നതാണ്. ഞാൻ മുഴുവൻ പറ. കമ്പ്യൂട്ടർ
അതിൽ കണക്കുകൾ കൂട്ടാം. കണക്കുകൾ വളരെ പ്രയാസം തന്നെ. അതു നമ്മളെ വെള്ളം കുടിപ്പിക്കും. വെള്ളം ജലമാണ്. ജലമൊരു ലായനി. കടലിൽ ജലം, തോട്ടിൽ ജലം, കുളത്തിലും കിണറ്റിലും ജലം, ജലം, ജലം. എങ്ങനെയുണ്ട്? കമ്പ്യൂട്ടറെ കുറിച്ച് ഇത്രയും നന്നായിട്ട് വേറെ ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? ചേർത്ത് പറയണം. പറയാം, ഇപ്പൊ തന്നെ പറയാം. ഹലോ, പ്രാന്താശുപത്രി അല്ലയോ? ഇത് മറിയാൻ കറിയയുടെ ഓഫീസിൽ നിന്നാ. അതെ, ഒരു 5-6 പേരെ ഉടനെ ഇങ്ങോട്ട് അയക്കണം. വളരെ സീരിയസ് ആയ ഒരു കക്ഷി എന്റെ ഓഫീസിൽ വന്നിരിക്കും. പേര് സുഗുണൻ. അടയാളവോ? രാത്രിയും പകലും മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കും. പെട്ടെന്ന് വണ്ടി അയക്കും. പോയോ? ആ സുഗുണൻ ചേട്ടൻ മിക്കവാറും കവിത എഴുതി വട്ടാവുന്ന തോന്നുന്നു. സത്യം പറഞ്ഞാൽ അത് വരേണ്ടത് പരസ്പരം ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സിന്, പ്രേമിക്കുന്നവരുടെ മനസ്സിന്. പത്മകുമാർ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്നില്ല. പ്രേമത്തെ ആത്മാർത്ഥമായി കാണാത്തവരാ ആരെങ്കിലും ഒക്കെ പ്രേമിക്കുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് പറയൂ. ആരെയാ ഞാൻ ഇഷ്ടപ്പെടുന്നത്? മോനെ പത്മകുമാറേ, പറ, നിനക്ക് ഇഷ്ടപ്പെട്ട ആരെയാ? എനിക്ക് കേൾക്കാൻ കൊതിയായി, പറയടാ. എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? നീ അല്ലൂടെ നാട്ടിലെ പെൺപിള്ളേർ ജീവിക്കാൻ സമ്മതിക്കാത്ത? നീ ആ ശാരദേ? ശാരദ ചേച്ചി എനിക്ക് ചേച്ചിയെ പോലെയാണ്. അതിപ്പോ ഈ പോയ പെണ്ണ് വന്നതിന് ശേഷമല്ലോടാ അത്? അല്ല മാവാ, പിന്നെ എനിക്ക് പിറക്കാതെ ചേച്ചിയാ, എന്റെ പെങ്ങളാ. എനിക്ക് ബഹുമാനമുള്ളത്. എന്റെ നാട്ടുകാരെ, ഈ നിൽക്കുന്നത് ഒന്നാം തരം ഒരു മൂവാരനാ. ഈ നാട്ടിലെ പെൺപിള്ളേർക്കൊന്നും വഴി നടക്കാൻ പറ്റാതാക്കിയ ആളിപ്പം പെൺപിള്ളേർ ആരാണ്? എന്റെ സ്വന്തം മറുപടി പറഞ്ഞിട്ട് പോരാ. എന്താ കാണിക്കുന്നത്? അല്ല, കുഞ്ഞുനാളില് കാർ ഓടിക്കുന്ന പോലെ കളിക്കുമല്ലോ. ഇങ്ങനെ ഓടിച്ച് കളിക്കാനേ പെണ്ണുങ്ങൾക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. കാര്യമായിട്ടുള്ള ഓടിക്കലൊക്കെ അതൊക്കെ ആണുങ്ങൾക്ക് കേട്ടാ. സുഗുണേട്ടാ, പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള പറച്ചിലുണ്ടല്ലോ, അത് കൊള്ളത്തില്ല. അത് കൊള്ളില്ലേ? ഡേ, സത്യം ആരുടെ മൂത്ത് നോക്കിയും പറയുന്നവനാണ് ഈ സുഗുണൻ. മനസ്സിലായ? ലോകത്തുള്ള സകല യന്ത്രോപകരണങ്ങളും കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ആണുങ്ങൾക്ക് വേണ്ടിയാണ്. പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറി കഞ്ഞിയും കറിയും വെക്കുക. ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് ഈ കഞ്ഞിയും കറിയും വെപ്പെന്ന് പറയുന്നത്. അത് പെണ്ണുങ്ങൾക്ക്. കാർ ഓടിക്കൽ, ബസ് ഓടിക്കൽ, ട്രെയിൻ ഓടിക്കൽ, പ്ലെയിൻ ഓടിക്കൽ, അങ്ങനെ റസ്ക് പിടിച്ചതൊക്കെ ആണുങ്ങൾക്ക്. മനസ്സിലായ? എന്താ പ്രശ്നം? കാര്യം എന്റെ ഭാര്യയൊക്കെ തന്നെ. പക്ഷേ വർഗപരമായി നമ്മൾ ആണുങ്ങൾ, അവര് പെണ്ണുങ്ങൾ. ഞാൻ പെണ്ണുങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ആണുങ്ങളിലേയും കാണായിരുന്നു പെണ്ണുങ്ങളുടെ അവസ്ഥ. കൊള്ളക്കാരിൽ നിന്നും ഭീകരന്മാരിൽ നിന്നും ഒക്കെ നിങ്ങൾ ആര് രക്ഷിക്കുമായിരുന്നു? ഭീകരന്മാരും കൊള്ളക്കാരൊക്കെ ആണുങ്ങളല്ലേ? നോക്ക്, അന്യം നിൽക്കുമ്പോ ഭർത്താവിന്റെ അടുത്ത് തർക്കിച്ച് ജയിക്കാൻ നോക്കിയോണ്ടല്ലോ. ലോകത്തുള്ള സ്ത്രീകളെല്ലാം മണ്ടികളാണ്, മരത്തലൈകളാണ്, മടയികളാണ്. മോശമായി പോയി. എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ പുരുഷനാണ്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്റെ അടിമയാണ്. നോക്ക്, സ്ത്രീകളെ എന്നും അടുക്കളയിൽ തന്നെ തളച്ചിരണം. വളരാൻ അനുവദിക്കുകയേ ചെയ്യരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. എന്ത് സുഗുണ ഒരു ദേഷ്യം പോലെ? ഞാൻ പുരുഷവർഗത്തിന്റെ പ്രതിനിധിയാണ്. ദേഷ്യം കാണിക്കും. ഈ ലോകത്ത് പുരുഷന്മാരും സ്ത്രീകളും വേണം, എന്നാലേ ലോകമായി പോകൂ. അതൊക്കെ എനിക്കും അറിയാം. പക്ഷേ നമ്മൾ തർക്കത്തിൽ തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ പുരുഷന്മാരല്ലേ.
ചുമ്മാ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് അവരെ കൊച്ചാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് പുരുഷത്വം. ഓഹോ അത് ശരി. നീ എണീക്ക്. എന്താ കുന്തം പിടിക്കുമല്ലോ നോക്കിയിരിക്കുന്നേ? നീ എണീക്കടി. പറഞ്ഞത് കേട്ടില്ലേ? ഞാനും നീയും ലത ചേച്ചിയും കൂടെ കാറിൽ കറങ്ങാൻ പോണു. ഭർത്താക്കന്മാരെ ദൈവം പോലെ കരുതി നമ്മൾ ഇരിക്കുമ്പോ അവർക്ക് നമ്മളെ പുച്ഛം. ഇനി അടുക്കളയല്ല, പുറം ലോകവും നമ്മുടെ ലോകവാ. അത് തന്നെ. കാർ ഓടിക്കാൻ ആണുങ്ങൾക്ക് കഴിയും പോലും. കഞ്ഞിയും കറിയും വെക്കാൻ എളുപ്പമാണ് പോലും. എന്നെ പറഞ്ഞെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. പക്ഷെ സ്ത്രീകൾ മുഴുവനായിട്ട് പറയുമ്പോ അത് തന്നെ, നമുക്കും വേണം സ്വാതന്ത്ര്യം. ഞാനിതാ വെല്ലുവിളി പോലെ പറയുകയാണ്. ഇന്നു മുതൽ ലതാകുമാരി പുരുഷ വിരോധിയാണ്. പുരുഷ വിരോധി. നമുക്ക് ഇറങ്ങാം. ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ട് ഇപ്പൊ ഞാൻ ബാഗ് വെച്ചില്ല. ഞാൻ വരട്ടിയത് എല്ലാരും അറിഞ്ഞാണ് കേട്ടാ. വരണ്ടിരിക്കായിരിക്കും. അകത്ത് അന്തരീക്ഷം ഒന്ന് നോക്കി വരാം. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ചുമ്മാ എന്നെ പേടിപ്പിക്കാതെ. ആ റെഡിയല്ലേ? വാ നമുക്ക് ഇറങ്ങാം. എങ്ങോട്ട്? വേണ്ട, ഞങ്ങൾ പുരുഷന്മാരോട് സംസാരിക്കില്ല. വാ നമുക്ക് പോവാ. എവിടെ പോണെന്ന് പറയടി. എന്നാലും ഇത്ര ഒന്നും ഞാൻ കരുതിയില്ല. കരയാതെ ചിരിച്ച മുഖത്തോടെ ഇറങ്ങ. വാ. അപ്പൊ എന്റെ ചോറും കറിയൊക്കെ ഒരു കുടുക്ക കയ്യിലെടുക്കണം. പണ്ടത്തെ കഥയിൽ പറഞ്ഞ പോലെ എടുകുടുക്കേ ചോറും കറിയും. അങ്ങനെ പറഞ്ഞാ ചോറും കറിയും മുമ്പിൽ വരും. വാ ചൊറിഞ്ഞോണ്ട് വരണം. വല്ല പറയും ചേച്ചി. ആ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക